പഠനം എന്നത് മനസ്സിലാവാത്ത സൂത്രവാക്യങ്ങളുടെ ഒരു മങ്ങിയ ലോകമായി മാറിയോ? ഇനി പഠനം നിറമുള്ളതാക്കാം. ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വ്യക്തതയോടെ പഠിക്കാൻ ഇതാ ഒരു പുതിയ വഴി. 8, 9, 10 +1, +2 ക്ലാസുകൾക്ക് മികച്ച പരിശീലനം. പഠനം ഇനി ആഘോഷമാക്കാം. അത്യാധുനിക സൗകര്യങ്ങളോടെ RGL അക്കാദമി. അഡ്മിഷനായി ഇന്നു തന്നെ വിളിക്കൂ. കൃഷി സമൃദ്ധി കോക്കനട്ട് കൗൺസിൽ പദ്ധതി 2026-27 ഭാഗമായി തെങ്ങിൻ തൈകളുടെ വിതരണോദ്ഘാടനം നടന്നു. ഒറ്റപ്പാലം കൃഷി സമൃദ്ധി കോക്കനട്ട് കൗൺസിൽ പദ്ധതി 2026-27 ഭാഗമായി തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി നാടൻ ഇനം WCT തെങ്ങിൻ തൈകളുടെ വിതരണോദ്ഘാടനം കൃഷിഭവനിൽ നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് അധ്യക്ഷനായ ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തെങ്ങിൻ്റെ ചിത്രമാണ് നമുക്ക് തെങ്ങിൻ തൈ പ്രോത്സാഹനത്തിന് വലിയ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ WCP ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകളാണ് ഇന്ന് നമ്മുടെ കൃഷിഭവനിൽ എത്തിയിട്ടുള്ളത്. അത് ആകെ 250 എണ്ണമേ എത്തിയിട്ടുള്ളൂ. എങ്കിലും അത് വളരെ ഇത് കണക്കാക്കി തന്നെ നമ്മൾ ആദ്യം എത്തുന്നവർക്ക് മുൻഗണന നൽകിക്കൊണ്ട് തന്നെ അതിനോട് സഹകരിച്ച് നിങ്ങളെല്ലാവരും മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുമാത്രമല്ല നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെയും സംസ്കാരത്തെയും ഉറ്റുനോക്കിക്കൊണ്ടുള്ള ഒരു വലിയൊരു പ്രവർത്തനമാണ് ഇന്നത്തെ ഈ പ്രവർത്തനത്തിലൂടെ കാഴ്ചവെക്കാൻ കഴിയുന്നത്. പദ്ധതിയുടെ ഭാഗമായി 250 നാടൻ ഇനം തെങ്ങിൻ തൈകളാണ് കൃഷിഭവനിൽ ലഭ്യമായത്. ഒരു തൈയുടെ വില 100 രൂപയായിരുന്നെങ്കിലും 50% സബ്സിഡി ലഭിച്ചതിനാൽ ഗുണഭോക്താക്കൾ 50 രൂപ വീതമാണ് അടച്ചത്. 2026-27 സാമ്പത്തിക വർഷത്തെ ഭൂനികുതി രസീതും അപേക്ഷയും ഹാജരാക്കിയ കർഷകർക്കാണ് തൈകൾ വിതരണം ചെയ്തത്. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് പദ്ധതി സംബന്ധിച്ച വിശദാംശങ്ങൾ അറിയിച്ചു.